ഹലോ വൈസ്, അപ്പം ഞാനെന്ന് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എമ്മേൻ്റെ ഭാഗത്തുണ്ടായിരുന്ന മോശം എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 30-ാം തീയതി ഞാൻ എൻ്റെ വണ്ടി സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. R15 എന്ന വണ്ടി യമഹ 30 സർവീസ് സെൻ്ററിലാണ് കൊടുത്തത്. അപ്പം അവർ ചെക്ക് ചെയ്തതിന് ശേഷമൊക്കെ പറഞ്ഞു ജസ്റ്റ് പീരിയോഡിക് സർവീസ് എന്ന രീതിയിലാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ വണ്ടിക്ക് വേറെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് വന്ന് ജസ്റ്റ് ബാക്കിലെ നമ്മുടെ ബ്രേക്ക് പാഡൊന്നും മാറ്റാണ്ട്, അതേപോലെ ഓയിൽ ഫിൽറ്ററും മാറ്റാണ്ട്, പിന്നെ ജസ്റ്റ് ബാക്കി നമ്മുടെ എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഓയിൽ ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അവർ ചെയ്ത് എനിക്ക് വണ്ടി തന്നു. വണ്ടി തന്നപ്പോൾ ക്ലീൻ ചെയ്താൽ അത്ര പ്രോപ്പർ ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ വലിയ കാര്യമാക്കിയില്ല. കാരണം അവർക്ക് ഞാൻ രാവിലെ വണ്ടി കൊണ്ടുപോയി കൊടുത്ത് അവരെനിക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് സംഭവം വണ്ടി തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാര്യമൊക്കെ എടുത്തില്ല. എല്ലാം കൂടെ ആളുകൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് സർവീസിനായ പൈസ എന്ന് പറഞ്ഞാൽ 2,969 രൂപയാണ് വേണ്ടത്, ഓൾമോസ്റ്റ് 3,000 രൂപ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയൊക്കെ എടുത്ത് കൊണ്ടുപോയി, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പോകുന്ന സമയത്ത് നവംബർ 4-ാം തീയതി 1 മണി 1:30 സമയത്ത് വണ്ടി സഡനായിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വണ്ടിൻ്റെ മഡ്ഗാർഡ് വീലിൻ്റെ മുകളിലേക്ക് താന്നു ലൂസായിട്ട്. അങ്ങനെ വീലിൻ്റെ മുകളിൽ തട്ടി അങ്ങനെ ഒച്ചുണ്ടാകാൻ തുടങ്ങി. അങ്ങനെയാണ് സൈഡാക്കി. അപ്പം ഒന്ന് സൈഡാക്കി പിന്നെ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ടൂൾസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ടൈറ്റ് ആക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഊരി വെച്ച് കൊണ്ടുപോകാനൊന്നും ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ അവനെ വീട്ടിലേക്ക് വിളിച്ച് പിന്നെ അച്ഛനൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ കയറൊക്കെ വെച്ചിട്ട് ഈ ഒരു മഡ്ഗാർഡിൻ്റെ സംഭവം വണ്ടീൻ്റെ ബോഡീൻ്റെ മുകളിലേക്ക് കെട്ടി വെച്ച് വണ്ടി വീട്ടിലെത്തിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇവർ സർവീസ് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ട് നട്ട്സൊക്കെ ടൈറ്റ് ആണോ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതായിരിക്കും സംഭവം വിചാരിച്ചു. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അത് കാര്യമൊക്കെ എടുത്തില്ല. അപ്പോൾ മഡ്ഗാർഡ് ടൈറ്റ് ചെയ്യാനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഈ കണക്ഷൻ പോകുന്നതാണ്, ഈ മഡ്ഗാർഡിൻ്റെ കണക്ഷൻ പോകുന്നതാണ് നമ്മുടെ വീലിൻ്റെ ഇതിൻ്റെ മുകളിലേക്കാണ് കണക്ട് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ വീലിലത് ടൈറ്റ് ആവാത്തതുകൊണ്ടാണ് മഡ്ഗാർഡ് ലൂസായി പോയത്. എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി ഞാൻ പറഞ്ഞു ഈ റയർ ബ്രേക്ക് പാഡ് ആയിരുന്നു മാറ്റാണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റയർ ബ്രേക്ക് പാഡ് ഇവർ മാറ്റിയതിന് ശേഷം ഇവർ ആ വീലിൻ്റെ സംഭവത്തിൽ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് മഡ്ഗാർഡ് ലൂസായി പോയത്. അപ്പോൾ ഇവർക്ക് ശരിക്കും എൻ്റെ വണ്ടീൻ്റെ മുകളിൽ ചെയ്യാനുണ്ടായിരുന്ന ആകെ പണി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സംഭവം അയച്ചിട്ട് ഇതിൽ ബ്രേക്ക് പാഡ് മാറ്റിയിട്ട് അത് ലോക്ക് ചെയ്തിടുക എന്നായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലും അവർ ചെയ്തിട്ടില്ല. 3,000 രൂപ കൊടുത്ത് ചെയ്തൊരു സർവീസാണ്. സർവീസിൽ ആകെ ഉണ്ടായിരുന്നത് ബ്രേക്ക് പാഡ് മാറ്റാണ്ട്, ബാക്കി വരെ ലേബർ കോസ്റ്റും പിന്നെ ഓയിൽ ഫിൽറ്ററിൻ്റെ കോസ്റ്റും സാധനങ്ങളൊക്കെ ഉള്ളൂ. മെയിനായിട്ട് ഇതിലുണ്ടായിരുന്ന അവരുടെ ലേബർ കോസ്റ്റും ഈ പറഞ്ഞ ബ്രേക്ക് പാഡിൻ്റെ പൈസയാണ്. അപ്പോൾ ഇവർക്ക് ബേസിക്കലി ഇവർക്ക് ചെയ്യാനുണ്ടായിരുന്നു പറഞ്ഞാൽ ഈ വീൽ അയച്ചിട്ട് കുടിക്കിടാനുള്ള സംഭവം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലും ഇവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഇവരൊക്കെ ഒരു വണ്ടി സർവീസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് സർവീസ് ചെയ്തവരോട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ട് സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് സർവീസാണ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിന് കൊടുക്കുന്നത്? കാരണം നമ്മൾ ഇത്രയും പൈസയും ചിലവാക്കി നിങ്ങൾക്ക് വണ്ടി സർവീസും തരുമ്പോൾ അതിൻ്റെ അതും വീലിൻ്റെ ഒക്കെ ഒരു നട്ട് പോലും നിങ്ങൾ ടൈറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ ഈ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും ആക്സിഡന്റ് ആയാലും നിങ്ങൾ ഏറ്റെടുക്കുക കാര്യങ്ങൾ. അന്നേരം നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു പോലെ, അല്ലാതെ നിങ്ങൾ പൈസ തരും. അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് പിന്നെ പൈസ എന്നിട്ട് കാര്യമില്ലല്ലോ. ആക്സിഡന്റ് ആവാതിരിക്കാനാണല്ലോ നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സർവീസിന് തന്നുകൊണ്ട് നമ്മൾ വണ്ടി പോയിട്ട് ആക്സിഡന്റ് ആവേണ്ട സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ അതിന് വേറെ വണ്ടി സർവീസ് ചെയ്യത്തില്ല. പൊതുവെ ഞാൻ മെക്കാനിക്കിൻ്റെ അടുത്തേ വണ്ടി കൊടുക്കാറുള്ളൂ സർവീസ് എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റാനും എടുക്കാനുണ്ടെങ്കിൽ. പക്ഷേ ഇതെനിക്ക് എന്താ പറയുക, വണ്ടീൻ്റെ ജസ്റ്റ് പീരിയോഡിക് ചെക്കപ്പ് എന്ന രീതിയിലും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വണ്ടി തന്നത്. അന്നേരം നിങ്ങൾ അതിൻ്റെ ടൈറ്റായ സാധനം കൂടെ ലൂസാക്കിയിട്ടാണ് എനിക്ക് തന്നത്. സത്യം പറയാമല്ലോ, നിങ്ങൾക്ക് സർവീസിന് വണ്ടി തന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് വണ്ടി സർവീസിന് തന്നിട്ട് എനിക്ക് എന്താ പറയുക വണ്ടി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ ടൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇത്രയും കെയർലെസ് ആയിട്ട് ദയവ് ചെയ്ത് വണ്ടി സർവീസ് ചെയ്തത്. ഇതിപ്പോൾ എനിക്ക് മാത്രം എക്സ്പീരിയൻസ് അല്ല, എനിക്കറിയാം യമഹയിൽ പല ആൾക്കാർക്കും പല രീതിയിലും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സർവീസ് സെൻ്ററുകളിൽ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യില്ല, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എനിക്ക് ഇതിന് മുമ്പ് സർവീസിന് കൊടുക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം സർവീസിന് കൊടുത്തിട്ട് എനിക്ക് വലിയൊരു ഗുണം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് സർവീസിന് കൊടുക്കാൻ മടിയായിരുന്നു. കാരണം നമ്മൾ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടാനല്ലേ വണ്ടിയും സെറ്റാക്കാൻ വേണ്ടിയ സർവീസിന് കൊടുക്കുന്നത്. ഇത് നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടില്ലെങ്കിൽ നമ്മൾ സർവീസിന് കൊടുത്തിട്ട് കാര്യമില്ല. ഇന്നലെ നമ്മൾ പുറത്ത് ജസ്റ്റ് മെക്കാനിക്കിന് സാധനം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സർവീസിന് പൊതുവെ കൊടുക്കലില്ല കുറച്ചായിട്ട്. ഇതിപ്പോൾ ഒന്ന് പീരിയോഡിക് ചെക്കപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതി കൊടുത്താണ്. കാരണം നിങ്ങളൊക്കെ കൂടെ ചെക്കപ്പ് ചെയ്തൊക്കെ കൂടെ എന്നെ ചെക്കപ്പിന് രണ്ട അവസ്ഥയിലാക്കി തന്നു. അപ്പോൾ ദയവ് ചെയ്ത് ഇനി എങ്ങാണ് ഒരു വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കുടിക്കിയിട്ടുണ്ടോ, ടൈറ്റ് ചെയ്തിട്ടുണ്ടോ, സ്ലോ ഒക്കെ കയറ്റിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം ഈ വണ്ടി നമ്മളാണ് ഓടിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് പറ്റിയാൽ നമ്മളങ്ങനെ നോക്കണം. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് സംഭവം ചെയ്യാറ്. ഇനി അപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ. അപ്പോൾ ഇൻകമിംഗ് കോൾ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഞാൻ ഓൾമോസ്റ്റ് 5 കൊല്ലമായി ഞാൻ R15 യൂസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആ വണ്ടി എന്ന് പറഞ്ഞാൽ യമഹ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല റിലയബിൾ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. എനിക്ക് വേറെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വണ്ടി കൊണ്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ മൈലേജും കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു വണ്ടി തന്നെയാണ് യമഹ. പക്ഷേ ഇവരുടെ സർവീസ് വളരെ മോശമാണ്, വളരെ മോശമാണ്. ആ ഒരു കമ്പനീൻ്റെ ആ ഒരു വണ്ടീൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ കൊടുക്കുന്ന രീതിയിലാണ് ഇവരുടെ സർവീസ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എക്സ്പീരിയൻസ് യമഹേൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോൻ്റെ താരം കമൻറ്റ് ചെയ്യാം. കാരണം ബാക്കിയുള്ളവർ കാണട്ടെ ഇങ്ങനെയൊക്കെയാണ് ഇവർ വണ്ടി സർവീസ് ചെയ്ത് വിടുന്നത്, എത്രത്തോളം ഇഷ്യൂസ് ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സെയിം ടൈപ്പ് ഓഫ് ഇഷ്യൂ അല്ലെങ്കിൽ യമഹേൻ്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് സർവീസ് കൊടുത്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.